ഹൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സമങ്ക. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പെരുന്നാളൊക്കെ എല്ലാവരും നന്നായിട്ട് അടിച്ചു പൊളിച്ച് ആഘോഷിച്ചല്ലോ അല്ലേ. ചെറിയൊരു ഗ്യാപ്പ് എടുക്കേണ്ടി വന്നു, ചെറുതല്ല, ഏകദേശം ഒരു 10 ദിവസത്തിന് മുകളിലായല്ലേ നമ്മുടെ ഒരു വീഡിയോ വന്നിട്ട്. മനഃപൂർവ്വമല്ല, ഫാമിലിക്ക് വേണ്ടിയിട്ട് കുറച്ചൊരു ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ വന്നൊരു ഗ്യാപ്പാണ് കേട്ടോ. എല്ലാവരും ഫാമിലിക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കുന്ന ആൾക്കാരാണല്ലോ അല്ലേ. അപ്പോൾ മക്കൾ എൻ്റെ പേരൻസിൻ്റെ കൂടെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവർക്ക് ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ എന്തായാലും ഓടിയെത്തണമല്ലോ. അപ്പോൾ കുറച്ച് ടൈം ഒരു 1 വീക്കോളം അവരുടെ കൂടെ ആയിരുന്നു. അപ്പോൾ എല്ലാ തിരക്കുകളും ഒഴിവാക്കി, കാരണം കുറച്ച് സമയമൊക്കെ നമ്മൾ അവരുടെ കൂടെ ചെല്ലാറുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ബിസിനസ് കൂടെ കൂട്ടി കലർത്തി കൊണ്ടുപോകാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഫോണെല്ലാം ഓഫായിരുന്നു. 2 ദിവസമേ ആയുള്ളൂ തിരിച്ചെത്തിയിട്ട്. എന്നിട്ടാണ് ഞാൻ ഫോൺ ഓൺ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി പേർക്ക് റിപ്ലൈസ് ഒന്നും കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ലെന്നറിയാം. അത് ഇതാണ് കാരണം. നമ്മൾ മനഃപൂർവ്വം ഒഴിവാക്കിയതല്ല, പക്ഷേ ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് മക്കളുടെ അടുത്ത് പോകുമ്പോൾ അപ്പോഴും നമ്മളൊരു ബിസി ആയിരിക്കണ്ട എന്ന് കരുതിയിട്ടാണ് ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ചിരുന്നത് കേട്ടോ. ഓൾമോസ്റ്റ് ലാസ്റ്റത്തെ വീഡിയോയുടെ എല്ലാ ഓർഡേഴ്സും ഡിസ്പാച്ചായി എന്ന ഒരു ധാരണയിലാണ് ഞാൻ ഇരിക്കുന്നത്. ഈ ആർക്കെങ്കിലും കിട്ടാകുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യൂ. പിന്നെ ഔട്ട് ഓഫ് കേരളയിലുള്ളവർക്ക് ചിലപ്പോൾ ഒരു ഡിലേ വരുന്നുണ്ടായിരിക്കാം, കാരണം എത്താനുള്ള ഒരു താമസമാണ്. അതല്ലാണ്ട് കേരളത്തിനുള്ളിലുള്ള ആർക്കെങ്കിലും കുർത്തീസ് കിട്ടാതെ ഉണ്ടെങ്കിൽ, ലാസ്റ്റ് ഓർഡറിൻ്റെ കുർത്തീസ് കിട്ടാതെ ഉണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യൂ കേട്ടോ. ആർക്കെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാവരുടെയും കുർത്തീസ് ഷോപ്പിൽ നിന്ന് ഡിസ്പാച്ച് ആയിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു അറിവ്. ഇനി അതല്ല, ആർക്കെങ്കിലും കേരളത്തിനുള്ളിലുള്ള ആർക്കെങ്കിലും കുർത്തീസ് കിട്ടാതെ ഉണ്ടെങ്കിൽ ഒന്ന് ഒരു മെസ്സേജ് അയക്കും, നമ്മളത് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഔട്ട് ഓഫ് കേരളയാണെങ്കിൽ ചിലപ്പോൾ കിട്ടാതെ ഉണ്ട്, 1-2 പേർക്കൊക്കെ കിട്ടാതെ ഉണ്ട്. അത് ഉടനെ തന്നെ കിട്ടിക്കോളും, കാരണം ഡിസ്പാച്ച് ആയിട്ടുണ്ട്. എങ്കിലും റീസണും ഉണ്ട്, ചിലപ്പം ഒരു ഡിലേ 1-2 ദിവസം ഡിലേ ആവുന്നതായിരിക്കാം. പക്ഷേ വെയിറ്റ് ചെയ്യൂ, ഉറപ്പായിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ 1-2 കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനായിട്ടാണ് കേട്ടോ. ഒരു 10 ദിവസത്തെ ഗ്യാപ്പിന് ശേഷം സമങ്ക വീണ്ടും തിരിച്ച് വന്നേക്കാണ്. നല്ല അടിപൊളി കുർത്തീസും അതുപോലെ തന്നെ ഓഫർ കുർത്തീസും ഒക്കെ ആയിട്ടാണ് നമ്മളിനി വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷൻസ് തരാനായിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും നമ്മളെ മറന്നിരിക്കുകയെന്നറിയാം. എല്ലാവരും ഒന്നും പറയണില്ല, കുറച്ച് പേരൊക്കെ നമ്മളെ മറന്നിരിക്കുകയാണെന്നറിയാം. അപ്പോൾ എല്ലാവരും ഒന്ന് വീണ്ടും ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് വരാൻ പോകുന്നത് നമ്മുടെ ഓഫർ കുർത്തീസിൻ്റെ വീഡിയോസാണ്. അപ്പോൾ കുറേ ആയി ഇപ്പോൾ ഓഫർ വീഡിയോ ചെയ്തിട്ടല്ലേ. കഴിഞ്ഞ ലാസ്റ്റത്തെ ഓഫർ വീഡിയോ ആണെങ്കിൽ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് തൊട്ടേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഒത്തിരി ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എന്തേ ഓഫറിൻ്റെ വീഡിയോ വരാതെ. അത് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം ഓഫർ കുർത്തീസിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് വരാൻ പോകുന്നത് ഓഫർ കുർത്തീസിൻ്റെ വീഡിയോ ആയിരിക്കും. മിക്കവാറും നാളെയോ മറ്റന്നാളോ ആയിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്യും. അതിൻ്റെ ടൈം എന്താണെന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയിക്കാം. ഞാൻ കറക്റ്റ് ടൈം പറയാം എപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നതെന്നുള്ളത്. കാരണം അതും എല്ലാവരുടെയും ഒരു പരാതിയായിരുന്നു, കറക്റ്റായിട്ട് ടൈം അറിയത്തില്ല എപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് എല്ലാവർക്കും കുർത്തീസ് കിട്ടുന്നില്ലെന്നുള്ളൊരു പരാതിയുണ്ട്. അപ്പോൾ ഇത്തവണത്തെ ഓഫർ വീഡിയോ ഒത്തിരി ഹ്യൂജ് കളക്ഷനുമായിട്ടാണ് കേട്ടോ. നമ്മുടെ പഴയ കുർത്തീസ് ഉണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ ഇട്ട് പോയിട്ടുള്ള റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള കുർത്തീസിൻ്റെ ഒക്കെ കളക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ആർക്കും തന്നെ കിട്ടാതെ വരില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം, കാരണം അത്രയ്ക്കൊരു റെസ്പോൺസാണ് നമുക്ക് ഓഫർ വീഡിയോയിൽ കിട്ടാറുള്ളത്. അപ്പോൾ എല്ലാവർക്കും തന്നെ കുർത്തീസ് കിട്ടട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഓഫർ വീഡിയോ വരാൻ പോകുന്നതിൻ്റെ കാര്യം എല്ലാവരും ഒന്ന് അറിയിക്കാനായിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓണം സീരീസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇനി. അപ്പോൾ ഇനിയിപ്പം സമയമില്ല, ബിസി ഷെഡ്യൂളാണ്. ഏകദേശം ഇനി 1 മാസം ഉള്ളൂ അല്ലേ നമുക്ക് ഓണത്തിന്. അപ്പോൾ ഇപ്പോഴേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. പ്രീ ബുക്കിംഗ് ഓർഡേഴ്സ് ഉണ്ടാവും, റെഡി ടു ഡിസ്പാച്ച് ആയിട്ടുള്ള കുർത്തീസ് ഉണ്ടാവും. അങ്ങനെ ഒത്തിരി കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്ത് ഈ ഒരു ഓണം നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ. അപ്പോൾ അതെല്ലാം വരും ദിവസങ്ങളിലായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഗീവ് അവേ. എന്താ ഇത്തവണ ആരും ഗീവ് അവേയുടെ കാര്യം ചോദിക്കാതെ? സാധാരണ ഗീവ് അവേ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നും നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാറില്ല, ഡിലേ വരുത്താറാണ് പതിവ്. അപ്പോൾ എല്ലാവരും മെസ്സേജ് അയക്കാറുണ്ട്, എന്തേ ഗീവ് അവേയുടെ റിസൾട്ടിന് വിന്നർ എന്ത് സെലക്ട് ചെയ്യാത്തതെന്ന്. പക്ഷേ ഇത്തവണ ആരും എനിക്ക് മെസ്സേജ് അയച്ചില്ല കേട്ടോ. എന്ത് പറ്റി, എല്ലാവരും മറന്നുപോയോ?
നമുക്കങ്ങനെ മറക്കാൻ പറ്റുമോ അല്ലേ ഗീവ് അവേയുടെ വിന്നറെ സെലക്ട് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് വിന്നറെ സെലക്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്യണം. ഞാൻ ഒത്തിരി കാര്യങ്ങൾ പെൻഡിങ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് അടുത്തടുത്ത ദിവസങ്ങളിലായിട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ ഇതെല്ലാം ഒന്ന് അറിയിക്കാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമുക്കിനിയും കാണാം. അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മുടെ കുർത്തീസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആദ്യം വരാൻ പോകുന്നത് ഓഫർ കുർത്തീസ് ആയിരിക്കും. അതിൻ്റെ സമയം, അപ്ലോഡ് ചെയ്യുന്ന സമയം ഞാൻ അറിയിക്കാം. ഒന്നെങ്കിൽ കമ്മ്യൂണിറ്റി ടാബിലൊന്ന് നോക്കൂ, യൂട്യൂബിൽ കമ്മ്യൂണിറ്റി ടാബിലൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാനതിൽ മെസ്സേജ് ആയിട്ടിടാം. അതല്ലെങ്കിൽ നമുക്കൊരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചെയ്യാം. കാരണം നമ്മുടെ ഗീവ് അവേയുടെ വിന്നറെ സെലക്ട് ചെയ്യണം അല്ലേ? അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഒന്നുകൂടെ ഇതൊരു റിമൈൻഡർ വീഡിയോ ആണ്. നമ്മുടെ ഓഫർ വീഡിയോയുടെ ഓഫർ കുർത്തീസിൻ്റെ വീഡിയോ ആയിരിക്കും ഇനി അടുത്തതായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ടൈം ഞാൻ അറിയിക്കാം. അപ്പോൾ നമ്മുടെ ഗീവ് അവേയുടെ വിന്നറെ സെലക്ട് ചെയ്യുന്നൊരു വീഡിയോ വരുന്നുണ്ട്. അതിനകത്ത് ആ ഒരു വീഡിയോയിൽ ഞാൻ നമ്മുടെ ഓഫർ വീഡിയോയുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയം കൂടെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. കാരണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് എനിക്കറിയാം. കാരണം ഇതുവരെയുള്ള എല്ലാ വീഡിയോയ്ക്കും നിങ്ങൾ തന്ന സപ്പോർട്ട് അത്രയ്ക്ക് വലുതാണ്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് പറ്റുന്ന പ്രൈസ് റേഞ്ചിലാണ് ഞാൻ കുർത്തീസ് കൊണ്ടുവരുന്നതും നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും കിട്ടണം എന്നുള്ളൊരാഗ്രഹത്തിലൂടെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൽ നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. അറിഞ്ഞിരിക്കുന്നവരൊക്കെ ഒന്ന് ഓർമ്മിച്ചോളൂ. സമങ്ക വീണ്ടും തിരിച്ച് വന്നിട്ടുണ്ട്. നമ്മൾ അടിപൊളി കളക്ഷൻസുമായിട്ടൊക്കെയാണ് വരാൻ പോകുന്നത്. അടുത്തത് നമ്മൾ ഗീവ് അവേയുടെ വിന്നറെ സെലക്ട് ചെയ്യുന്ന വീഡിയോ ആയിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. ആ വീഡിയോയ്ക്കകത്ത് നമ്മുടെ ഓഫർ കുർത്തീസിൻ്റെ വീഡിയോയുടെ അപ്ലോഡ് ചെയ്യുന്ന സമയോടെ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും മിസ്സാക്കാണ്ട് കാണുക. പർച്ചേസ് ചെയ്യാൻ പറ്റാത്തവർക്ക്, നമ്മൾ റെഗുലർ വീഡിയോയിൽ പർച്ചേസ് ചെയ്യാൻ പറ്റാത്തവർക്ക് പറ്റിയൊരു ചാൻസാണ്. അപ്പോൾ ഉറപ്പായിട്ടും മിസ്സാക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഇറ്റ്സ് മീ അനീല. ടേക്ക് കെയർ ആൻഡ് ബൈ.